നമസ്കാരം. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകാൻ രാജ്യം ഒരുങ്ങുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ ദില്ലിയിൽ നടക്കുകയാണ്. ദില്ലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ച ഒന്നിലധികം യോഗങ്ങൾ ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ആക്രമണം നടക്കുമ്പോൾ സൗദി സന്ദർശനത്തിലായിരുന്നു. അവിടെ നിന്നും അദ്ദേഹം യാത്ര വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് മടങ്ങുകയായിരുന്നു. വിമാനത്താവളത്തിൽ വെച്ച് തന്നെ അദ്ദേഹം ആദ്യ സുരക്ഷാ യോഗം ചേർന്നു. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്നും ദില്ലിയിലേക്ക് വരുന്നു. ദില്ലിയിൽ വീണ്ടും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടക്കം പങ്കെടുത്ത ഒരു യോഗം ചേർന്നു. പിന്നീട് സർവകക്ഷി യോഗം ചേരുന്നു. രാഷ്ട്രപതി കേന്ദ്ര സർക്കാരിലെ മുതിർന്ന മന്ത്രിമാരെ വിളിച്ച് സ്ഥിതിഗതികൾ ആരായുന്നു. ഇങ്ങനെ ദില്ലിയിൽ വളരെ തിരക്കിട്ട കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചകൾക്ക് ശേഷം തീർച്ചയായും ഇന്ത്യ ഒരു വലിയ തിരിച്ചടി പാകിസ്ഥാനിൽ പദ്ധതിയിടുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാ പ്രതിരോധ വിദഗ്ധരും വിലയിരുത്തുന്നത് എന്ന് മാത്രമല്ല വിദേശ രാജ്യങ്ങളും ആ ഒരു വിലയിരുത്തലിൽ തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ ആക്രമണം എത്രമാത്രം ശക്തിയുള്ളതായിരിക്കും എന്നതിൻ്റെ ചില സൂചനകൾ കൂടി പുറത്തു വരുന്നത്. അത് മറ്റൊന്നുമല്ല, പാകിസ്ഥാനിൽ നിന്ന് തന്നെയാണ്. പാകിസ്ഥാൻ്റെ ആർമി ചീഫ്, പാകിസ്ഥാൻ്റെ കരസേനാ മേധാവി ജനറൽ അസിം മുനീറിൻ്റെ കുടുംബം അദ്ദേഹം പാകിസ്ഥാനിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന, കുടുംബത്തെ വളരെ സുരക്ഷിതമായി വിദേശ രാജ്യത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കരസേനാ മേധാവി മാത്രമല്ല, പാകിസ്ഥാനിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവരുടെ കുടുംബങ്ങളെ UK-യിലേക്കും അതുപോലെ തന്നെ അമേരിക്കയിലേക്കുമൊക്കെ മാറ്റുകയാണ്. നേരത്തെ തന്നെ, അതായത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പാകിസ്ഥാനിൽ ഇതൊരു ചർച്ചാ വിഷയമായിരുന്നതാണ്. പാകിസ്ഥാനിലെ ഉന്നത രാഷ്ട്രീയ നേതാക്കൾ അതുപോലെ തന്നെ സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇവർക്കെല്ലാം തന്നെ വിദേശത്ത് സ്വത്തുവകകളുണ്ട്, ഇവർക്ക് വിദേശത്ത് വീടുകളുണ്ട്. പാകിസ്ഥാനിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികൂല സാഹചര്യമുണ്ടായാൽ അവർ ആ വിദേശ രാജ്യങ്ങളിലെ വീടുകളിലേക്ക് പോവുക പതിവാണ്. പാകിസ്ഥാനിൽ നിന്നും നേടിയ അഴിമതി പണം കൊണ്ടാണ് ഇവർ വിദേശങ്ങളിൽ ഇത്തരത്തിൽ സ്വത്തുക്കൾ സമ്പാദിച്ചത് എന്നൊക്കെ പാകിസ്ഥാനിൽ തന്നെ വലിയ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതാണ്. ആ ഒരു വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാൻ ആർമി ചീഫ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ത്യയുടെ ആക്രമണത്തെ ഭയന്ന് അവരുടെ കുടുംബാംഗങ്ങളെ വിദേശത്തേക്ക് മാറ്റിയിരിക്കുന്നുവെന്ന വാർത്ത വരുന്നത്. ഇത് ഇന്ത്യയുടെ ആക്രമണം എത്രമാത്രം ആഴത്തിലുള്ളതായിരിക്കുമെന്ന് ശത്രു പോലും വിലയിരുത്തുന്നത് ഇങ്ങനെ തന്നെയാണ്. അതായത് കഴിഞ്ഞ 2 തവണ ഉണ്ടായതുപോലെ ഒരു സർജിക്കൽ സ്ട്രൈക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചെറിയ ആക്രമണമോ ആയിരിക്കില്ല. ഭീകരവാദികളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചെറിയ ആക്രമണമോ ആയിരിക്കില്ല. കാരണം പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി അടക്കം ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നതാണ്. അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത കൊടും ഭീകരരെ സ്വാതന്ത്ര്യ സമര സേനാനികളെന്ന് വിളിച്ചതും പഹൽഗാമിൽ ഈ ആക്രമണത്തിന് മുൻകൈയെടുത്ത ആളുകളെ അദ്ദേഹം അഭിനന്ദിച്ചതും. അത്തരത്തിൽ പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി തന്നെയാണ് ഈ പഹൽഗാമിൽ ഇത്ര ക്രൂരമായ ഭീകരാക്രമണം നടന്നത് എന്ന് ഇന്ത്യ ഇന്ന് രാവിലെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. മാത്രമല്ല, നിരവധി ലോകരാജ്യങ്ങളോട് ഇന്ത്യ അക്കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും വരും ദിവസങ്ങളിൽ വലിയൊരു ആക്രമണം ഇന്ത്യ ഇതിനോടകം തന്നെ സേനാവിന്യാസം അറബിക്കടലിൽ നടത്തിയിട്ടുണ്ട്. അറബിക്കടലിൽ പാകിസ്ഥാൻ്റെ ഒരു വ്യോമാഭ്യാസ പ്രകടനവും ഉണ്ടായിരുന്നു. അതിന് മറുപടി എന്നോണം അറബിക്കടലിൽ തന്നെ INS സൂററ്റിൽ നിന്നും ഇന്ത്യ മിസൈൽ പരീക്ഷണം നടത്തിയിരുന്നു. കടലിലെ തന്നെ ഒരു അജ്ഞാത കേന്ദ്രത്തെ അല്ലെങ്കിൽ അജ്ഞാത ലക്ഷ്യത്തെ ഈ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഈ മിസൈൽ തകർത്തിരുന്നു. ഇതെല്ലാം പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നുണ്ട്. വലിയ സേനാ വിന്യാസം തന്നെയാണ് സമുദ്രത്തിലും അതുപോലെ തന്നെ കരയിലും ആകാശത്തും ഇന്ത്യ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. പാകിസ്ഥാന് ഇത് പ്രതിരോധിക്കാൻ കഴിയുമോ എന്നൊരു ആത്മവിശ്വാസത്തിൻ്റെ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. അതുതന്നെയാണ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരടക്കം ഇങ്ങനെ കുടുംബങ്ങളെ വിദേശങ്ങളിലേക്ക് മാറ്റുന്നത് എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ വരുന്നത്. മാത്രമല്ല, പാകിസ്ഥാനിൽ വലിയ ഭീതി ഇതിനോടകം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്ത്യ ആക്രമിക്കാൻ ആണെങ്കിൽ തീർച്ചയായും അണുബോംബടക്കം പ്രയോഗിക്കും, ആണവായുധങ്ങളടക്കം പ്രയോഗിക്കുമെന്ന ഒരു ഭീഷണിയും പാകിസ്ഥാൻ്റെ ഒരു മന്ത്രി ഇന്ന് രാവിലെ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ഒത്തുനോക്കുമ്പോൾ ഇന്ത്യ പാകിസ്ഥാന് നൽകാൻ പോകുന്ന തിരിച്ചടി അതെത്ര ആഴത്തിലുള്ളതാണ് എന്ന് വ്യക്തമാകുന്നു. അതിൽ ശത്രു ഭയന്നിരിക്കുന്നു. അവിടെയാണ് ഈ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ തന്നെ കുടുംബങ്ങളെ മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റുന്നത്. അത് തീർച്ചയായും ശത്രു രാജ്യത്തെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നതിൻ്റെ സൂചനയുമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.
PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.